പ്രിയരെ നമസ്കാരം. മാരക എടപ്പാട്ട് കാവുങ്കൽ എന്ന് പറഞ്ഞ വീടിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഈ കാണുന്ന വീട്ടിൽ സെബാസ്റ്റ്യനും അതുപോലെ തന്നെ റോസമ്മയും പലതവണ വന്നിട്ടുണ്ടെന്നുള്ള ഇൻഫർമേഷനാണ് ഡിക്റ്റിനി ന്യൂസിന് കിട്ടുന്നത്. നമ്മുടെ ഒപ്പം സിജിയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ വീട്ടിൽ കയറി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ തിരക്കാനായിട്ട് പോവുകയാണ്. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ നമ്മളോട് എങ്ങനെ സഹകരിക്കും എന്നൊന്നും അറിയില്ല. എന്നാലും നമുക്ക് പറ്റുന്ന ഇൻഫർമേഷൻ ഇവിടുന്ന് നമുക്ക് ചോദിച്ചറിയാം. കാരണം ഇത് ഈ കേസിനെ സംബന്ധിച്ച് വളരെയധികം ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല. കാരണം ഒരു സ്ത്രീ തന്നെ താമസിക്കുന്ന ഒരു വീട്ടിൽ റോസമ്മയും സെബാസ്റ്റ്യനും ഇവരുടെ സ്ഥലം എഴുതി മാറാനും അതുപോലെ തന്നെ പണം പൊരിക്കാൻ ബിന്ദു പത്മനാഭൻ, ജയനമ്മ, ഐഷ, അതുപോലെ തന്നെ സിന്ധു എന്നിവരെയൊക്കെ ചതിയിൽപ്പെടുത്തിയ പോലെ തന്നെ ഈ വീട്ടിലെ എൽസമ്മ ചേച്ചിനെയും ചതിക്കാനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇവർ നീങ്ങിയിരുന്നു. വളരെ തന്ത്രപൂർവ്വമായി ഇവർ അതിൽ നിന്നും രക്ഷപ്പെട്ടു എന്നുള്ള ഇൻഫർമേഷനാണ് നമുക്ക് ഈ നാട്ടിൽ നിന്നും ഈ പ്രദേശവാസികളിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ ചാനലിലേക്ക് വളരെയധികം ആൾക്കാർ വിളിച്ചിട്ട് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് തിരക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഈ വാർത്തകൾ ഹാർഡ് ഫാർമ ന്യൂസും ഡിക്റ്റിനി ന്യൂസും മാത്രമാണ് ഈ വാർത്തകൾ കൈകാര്യം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ആധികാരികമായിട്ട് നമുക്ക് ഇവരോട് ചോദിച്ചറിയാം. ഇത് മതി തറന്നാൽ മതി. ആരൊക്കെ അവിടെ വന്നിട്ടുള്ളേ? റോസമ്മയുടെ. അതെ ഉണ്ട്. അപ്പൊ അതെയോ? ആങ്ങളുടെ പേരെന്താ? അതെയോ? ഓക്കെ. ഫോണിൽ നിന്ന് ഇറങ്ങിയ ചേട്ടനോട് സംസാരിക്കാം. ഫോണിൽ നിന്ന് ഇറങ്ങിയ ചേട്ടനോട് സംസാരിക്കാന്ന് ഫോണ് കൊടുക്കാൻ ചേട്ടനോട് സംസാരിച്ചോളാന്ന് പറയും. കൊടുക്കാവോ? എനിക്കറിയാം, ഞാൻ കണ്ടിട്ടില്ല. കുഴപ്പമൊന്നുമില്ല, പേടിക്കൊന്നും വേണ്ട. ക്യാമറയൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അത് തന്നെ, ചേട്ടനോട് സംസാരിക്കാമല്ലോ. അതെ അതെ. ചേട്ടാ നമസ്കാരം. ചേട്ടാ ഞങ്ങള് ഡിക്റ്റേറ്റീവ് ന്യൂസ് കേരളയാണേ. എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഉടുമ്പനാട്ട കുര്യാച്ചൻ ചേട്ടന്റെ ഭാര്യയാണ് ഈ റോസമ്മ എന്ന് പറഞ്ഞ ആള്. മാറിയ കാര്യമാണ്. അപ്പൊ അവര് നമ്മളോട് അതായത് നമ്മുടെ തറവാട് അപ്പുറത്താണെന്നു. ഇപ്പൊ ഞാനിപ്പോ പണിതേക്കണ വീടാ ഇപ്പൊ ഇതിവിടെ ആന്റി താമസിക്കണ. അപ്പം അവര് നേരത്തെ ആന്റി തറവാട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ സഹോദരനുമായിട്ടുള്ള ചെറിയ വസ്തു തർക്കത്തിന്റെ പേരിൽ അവര് ആന്റിക്കൊന്നും അറിയാൻ പാടില്ലായിരുന്നു. ആന്റി ഒന്നും അറിയാൻ പാടില്ല. ഞാനൊട്ട് വിദേശത്താണ് താനും. ഞാൻ വർഷങ്ങളായിട്ട് വിദേശത്താണ്. അപ്പൊ ആന്റിക്കൊന്നും അറിയാൻ പാടില്ലായിരുന്നു. അപ്പൊ ആന്റി അവിടെ അന്നേരം ഇവര് പരിചയം ഭാവിച്ച് വന്നു. പരിചയത്തിലൂടെ വന്നു കഴിഞ്ഞ് പറഞ്ഞു ഓക്കെ. ചാച്ചൻ പിന്നെ കേസ് കൊടുക്കുകയും ചെയ്തു ആന്റിയുടെ എതിരെ. അപ്പൊ ആ സമയത്ത് ഇവര് ആന്റിക്ക് പിന്നെ എന്നാ ചെയ്യണേന്ന് അറിയാൻ പാടില്ലാതെ വന്നു കഴിഞ്ഞപ്പോ അവരുമായിട്ട് സംസാരിച്ചപ്പോ അവര് പറഞ്ഞു ഓക്കെ നമുക്ക് വക്കീലിനെ കാണാന്ന് പറഞ്ഞിട്ടൊരു വക്കീലിനെ കണ്ടു. റോസമ്മ പലപ്പോഴും വരുമ്പോ ആന്റി പറയാറുണ്ട്, വക്കീല് ജോഷി വക്കീൽ എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് ജോഷി നമ്മുടെ ഹൈക്കോടതിയിലെ വക്കീലാണ്. അപ്പൊ ആ വക്കീലുമായിട്ടൊക്കെ ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് സഹായിച്ചതൊക്കെ റോസമ്മയാണ്. അപ്പം അങ്ങനെ സഹായിച്ചു. അത് കേസ് വിധി വന്നു. 3-1 വീതിക്കണമെന്ന് വിധി വന്നു. വിധി വന്നതിന് ശേഷം ചാച്ചൻ എന്നോട് റിക്വസ്റ്റ് ചെയ്ത കാരണം ചാച്ചൻ എന്നോട് പറഞ്ഞു ഓക്കെ നിങ്ങളൊരു കാര്യം ചെയ്ത് ജിംസ എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒന്ന് ഒത്തുതീർപ്പാക്കെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് ഞാൻ അവിടെ ഒരു വീട് പണിയിപ്പിച്ചു. ഞാൻ ആന്റീനെ ഇങ്ങോട്ട് മാറ്റി കേസ് മൂവാറ്റുപുഴ നമ്മുടെ എന്നാ മജിസ്ട്രേറ്റ് ആണ് ഈ നമ്മുടെ ഒത്തുതീർപ്പാക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അവിടെ പോയിട്ട് നമ്മളത് ഒത്തുതീർപ്പാക്കി 3-1 വീട് വെക്കാനുള്ള ആ ഒരു ഇത് കോൺട്രാക്ട് ക്യാൻസൽ ചെയ്ത് ഞാൻ പറഞ്ഞു. പിന്നീട് റോസമ്മ ഏതോ ആന്റീനെ വിളിച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു ഏതാണ്ട് ഇത് പറഞ്ഞു എന്നെ ഇനി അനുഭവിച്ചോ അതിപ്പം അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ആന്റിക്ക് ഇഷ്ടപ്പെടാത്ത ഏതോ ഒരു വേട് പറഞ്ഞു കഴിഞ്ഞപ്പോ ആന്റി അതോടുകൂടി ഒരു 10 വർഷമായിട്ടൊരു യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല.
ഇതാണ് യഥാർത്ഥത്തിലുള്ള സംഭവം. പിന്നെ വേറെ അതിനകത്ത് വേറെ ഒന്നും ഇല്ല, ഞങ്ങൾക്കറിയില്ല ഇതിനകത്ത് പ്രത്യേകിച്ച് മാറ്റർ. 10 വർഷമായിട്ട് ഞാൻ ആ വീട് അവിടെ പറഞ്ഞിട്ട് 10 വർഷം ആകാൻ പോണം. ആ 10 വർഷമായിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല. ഞാൻ പറഞ്ഞു വേണ്ട, വേറെ ആരും നമ്മുടെ വീട്ടിലേക്ക് വരരുത്. തീർച്ചയായിട്ടും ഓരോ മനുഷ്യരും നമ്മുടെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആർക്കാണ് എന്താണ് ഇന്റൻഷൻ നമുക്കറിയില്ല. അവരുടെ ഇന്റൻഷൻ നമുക്കറിയാൻ പാടില്ല. നമ്മള് ചെന്ന് ചാടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ റോസമ്മേനെ കുറിച്ച് പിന്നീടാണ് കേൾക്കണത്. റോസമ്മ അവരുടെ കുര്യാച്ചൻ ചേട്ടന്റെ വീട്ടിൽ എന്തോ പ്രശ്നം ഉണ്ടായി, അത് കേസ് കളിച്ച് ഫുള്ള് അവരുടെ കയ്യിൽ നിന്നും വസ്തുക്കള് അവരെ കൈവശമാക്കി എന്നൊക്കെ കേൾക്കുന്നത് പിന്നീടാണ്. അപ്പൊ നമുക്ക് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു വേണ്ട, അവര് നമ്മളൊരു പരിചയക്കാരെന്ന് പറഞ്ഞ രീതിയിലാണ്. ഞങ്ങളുടെ അയൽവക്കക്കാരാണ് ഈ ഉടുമ്പനാട്ടുകാര്. അങ്ങനെ പരിചയപ്പെട്ടെന്നല്ലാതെ വേറെ അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പൊ ഒരു 10 വർഷമായിട്ട് അവരുമായിട്ട് യാതൊരുവിധ കമ്മ്യൂണിക്കേഷനും ഇല്ല. ഞാൻ കേസ് ഒത്തുതീർപ്പാക്കി, ഞാൻ അവിടെ ഒന്ന് സൈൻ ചെയ്ത് കൊടുത്തു. ചാച്ചന്റെ വീതം എന്താണോ ആധാരത്തിൽ ഇരുന്ന് അതുപോലെ ആക്കി കൊടുത്ത് ഞാൻ ആ കേസ് ഒത്തുതീർപ്പാക്കിയതിനു ശേഷം വേറെ യാതൊരുവിധ ബന്ധങ്ങളും അവരുമായിട്ടില്ല. റോസമ്മ ഏതെങ്കിലും രീതി സഹായിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തായിരുന്നോ? റോസമ്മ എന്ന് പറഞ്ഞ അഡ്വക്കേറ്റിനെ കാണാൻ ആന്റിക്കൊന്നും അറിയില്ലായിരുന്നല്ലോ ആ സമയത്ത്. ഞാൻ 1994 തൊട്ട് ഞാൻ വിദേശത്താ. പേരെങ്ങനെയാ? സാറിന്റെ പേരെങ്ങനെയാ? എന്റെ പേര് ജിംസൺ എന്നാണ്. ഞാൻ 94 തൊട്ട് 99 വരേക്കും വടക്കേന്ത്യയിലുണ്ടായിരുന്നു. 99 തൊട്ട് ഇപ്പൊ 2025 വരേക്കും ഞാൻ മസ്കറ്റിലാണ്. ചേട്ടന്റെ മോനല്ലേ? ചേട്ടന്റെ മോൻ. അതെ. അപ്പൊ ഇങ്ങനെ ഞങ്ങളുടെ ഫാമിലി ഒരു പ്രോബ്ലത്തില് ഇവര് വന്ന് ഞങ്ങൾക്ക് ഒരു അഡ്വക്കേറ്റിനെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ബന്ധങ്ങളുണ്ട്. അല്ലാതെ ആ ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്കല്ല, ഞാൻ ആന്റിയാണ്. ആന്റിയോട് വന്നത്. നമ്മളിപ്പം ഈ വിദേശത്താണല്ലോ, നമുക്കറിയില്ല അതിനെ കുറിച്ചൊന്നും. ഇവിടെ തൊട്ടപ്പുറം ഈ കാരമല എന്ന് പറഞ്ഞ സ്ഥലമില്ലേ സാറേ? ഈ കാരമലെ ഒരു ഏലിയാമ്മ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ മിസ്സായിട്ടുണ്ട്. ഇവിടുന്ന് വലിയ ദൂരമില്ല, ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ ഉള്ളൂ. അപ്പം അവിടെ ഞങ്ങൾ ആ ഏരിയയിലെല്ലാം ഞങ്ങൾ പോയായിരുന്നു. അപ്പോൾ ഇവിടെ ഈ വീട്ടിൽ സെബാസ്റ്റ്യനും റോസമ്മയോടെ വന്നെന്ന് ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടി. അതാണ് ഞങ്ങളിവിടെ വന്നത്. സെബാസ്റ്റ്യൻ വന്നിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഞങ്ങളൊന്ന് ചോദിച്ചോട്ടെ. ഈ റോസമ്മയുടെ കൂടെ ആരൊക്കെ വന്നിട്ടുണ്ട് അവിടെ വീട്ടില്? ആരോ 1-2 പേര് വന്നിട്ടുണ്ട് ഒരു തവണ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ആരെയും സെബാസ്റ്റ്യൻ ഒന്നും നമുക്കറിയില്ലല്ലോ. എനിക്കറിയില്ല അതിനെ കുറിച്ച്. ആന്റിക്കും അറിയില്ല സെബാസ്റ്റ്യൻ ആരാന്നുള്ളതൊന്നും ആന്റിക്ക് അറിയില്ല. ഇവരിപ്പം ആന്റിയുടെ റോസമ്മയുടെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും സെബാസ്റ്റ്യനോ ആ കാര്യത്തെ കുറിച്ച് ഞങ്ങൾ ചോദിച്ചോട്ടെ. സെബാസ്റ്റ്യൻ വന്നിട്ടുണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്കറിയില്ല കേട്ടോ സെബാസ്റ്റ്യൻ വന്നിട്ടുണ്ടെന്ന്. സെബാസ്റ്റ്യൻ ആണോ റോസമ്മയുടെ കൂടെ ആരോ വന്നിട്ടുണ്ട്? ആന്റിയുടെ എനിക്ക് കൃത്യം അറിയാൻ പാടില്ല, ആരാന്നൊന്നും എനിക്കറിയാമില്ല. റോസമ്മയുടെ കൂടെ ഇങ്ങനെ വന്ന് കണ്ടിട്ടുണ്ട്, ആരാന്നൊന്നും എനിക്കറിയത്തില്ല. ഇവിടെ ആരും വന്നിട്ടില്ല 10 കൊല്ലമായിട്ട്. തറവാട്ടില് അങ്ങനെ ആ കേസിന്റെ പഴക്കും വിഷമത്തിന്റെ നേരത്തെ ഈ റോസമ്മയുടെ കൂടെ വന്നതേ ആണാണോ പെണ്ണാണോ വന്നേ? ആണായിരുന്നോ? എത്ര വയസ്സ് തോന്നിക്കുമായിരുന്നു അന്ന് ഏകദേശം കാഴ്ചയില്? അതെനിക്കറിയാൻ മേല. 10, 9 അങ്ങനെ തോന്നുന്നു. 48 ഫോട്ടോ കാണിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റുമോ സാറേ? ഞങ്ങൾ ആ ഫോട്ടോ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ ആന്റീനെ. ആ ഇതാ ആൻറ്റി, ഇത് ആൻറ്റി ഫോട്ടോ. ഇതാ ഫോട്ടോ. ടിവിയിലൊക്കെ കണ്ടായിരുന്നു, ഫോണിലും ഒക്കെ. അത് തന്നെ, ഇതാള്.
ഇതാണോ റോസമ്മയുടെ കൂടെ വന്ന ആള്? എനിക്കറിയത്തില്ല. ആ ഇത് ഇത് കണ്ടു, ഞാൻ ആളെ കണ്ടു. ആ എങ്ങനെയും കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ആരോട് വന്നു അങ്ങനെ അങ്ങനെ വന്നു. ഇങ്ങനെ ഒരാളാ വന്നത് അല്ലേ? ഇങ്ങനെ ഒരാളാ വന്നേ? എനിക്ക് ഓർമ്മയില്ല, ഇതാണോന്ന് എനിക്കൊരു ഓർമ്മയില്ല. ഏകദേശം ഒരു കണ്ട പോലെ ഒരു ഓർമ്മ തോന്നുന്നുണ്ടോ? അങ്ങനെ എനിക്കറിയത്തില്ല. എനിക്കിപ്പോ 10 കൊല്ലമായില്ലേ. ആഹാ. വന്നിട്ടുണ്ട് ആള് അവിടെ എന്തോ വന്നിട്ടുണ്ട്, കൂടെ വന്നിട്ടുണ്ട്. ആഹാ ഹാ. പൊക്കമൊക്കെ എന്തേലും ഉണ്ടായിരുന്നു? എന്തേലും പൊക്കം ഉണ്ടായിരുന്നു ആൾക്ക്? നല്ല വണ്ണമുള്ള ആളായിരുന്നോ? വന്നതോ? ആ 2 പേരും അവിടെ വന്നായിരുന്ന. ഒരാൾ കഴിഞ്ഞ് പിന്നെ ഒരാൾ ഇച്ചിരി പാൻറ്റും ഒക്കെ ഇട്ടു. ഞാനൊന്നും അവരോടും മിണ്ടാന്ന് പോയി. ഞാനൊന്നും അറിയില്ല ആരെയും. ഓക്കെ ഓക്കെ. മനുഷ്യനെ ഞാനറിയില്ല. ഞാൻ പണ്ട് അങ്ങനെ ആരോടും മിണ്ടാറും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇങ്ങനെ പ്രശ്നമായപ്പോ ഇങ്ങനെ ഞാൻ നടന്ന് ഈ ഫ്രണ്ടിൽ നിന്ന് ഇച്ചിരി ചാണ പോലെ മുകളിലേക്ക് തല ഈരി ഇത് ഏകദേശം ഈ ഷേപ്പുള്ള ഒരാളാണ്, ഇച്ചിരി കട്ടിമീശയുള്ളത്. ശരിക്കും എനിക്കറിയില്ല. എങ്ങനെയാ വന്നത്? കാറിനാണോ വന്നേ ആൻറ്റി? കാറിനായിരുന്നോ വന്നേ? റോസമ്മയുടെ കൂടെ കാറിനായിരുന്നോ വന്നേ? ആഹാ. ഏകദേശം രൂപം പോലെ തോന്നുന്നുണ്ടോ? ഏതാണ്ട് തോന്നുന്നുണ്ട്. ഇരുനിറമായിരുന്നോ? ഇരുനിറമായിരുന്നോ? അങ്ങനെയൊന്നും തോന്നണം. അതല്ലേ? അവരോട് പറ ഇന്നപോലെ എന്തായാലും ഇങ്ങനെയൊരു സംഭവം അറിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങൾ തലനാരിലേക്ക് രക്ഷപ്പെട്ടു പോകുന്ന ടീമുകളാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ വീട് പണിത് കോംപ്രമൈസ് ആയില്ലായിരുന്നെങ്കിൽ ചിലപ്പം ഇപ്പൊ ഇങ്ങനെ വല്ല ഉണ്ടെങ്കിൽ എനിക്കറിയാൻ പറയും. റോസനായിട്ടുള്ള ലിങ്ക് ഒന്നും എനിക്കറിയില്ല, നമുക്കറിയില്ലല്ലോ. ഞാൻ അതിനുശേഷമാണ് ഞാൻ അവിടെ ഞാനിപ്പോ പണിയിപ്പിച്ചുള്ള വീട്ടിൽ ഞാൻ ഫുൾ CCTV വെച്ചിട്ടുണ്ട്. അവിടെ നമുക്കറിയാൻ പറ്റും. ഇവിടെ ഇരുന്ന് മസ്കറ്റ് ഇരുന്നറിയാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല ഇനി എനിക്ക് ഇവരെ കുറിച്ച് ഡൗട്ട് തോന്നിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുര്യാച്ചൻ ചേട്ടന്റെ മക്കളുടെ സ്വത്തുക്കളൊക്കെ ഇവരെ തട്ടിയെടുത്തെന്ന് കേട്ട് കഴിഞ്ഞപ്പോ ഞാൻ ഓർത്തു അവിടെ നല്ല സ്ത്രീ അല്ല കേട്ടോ ആന്റി. ഞാൻ പറഞ്ഞു അപ്പൊ അതിന് കുര്യാച്ചൻ ചേട്ടന്റെ ഭാര്യ ആയതുകൊണ്ട് എനിക്ക് അറിയാവുന്നുള്ളൂ, അല്ലാതെ എനിക്ക് വേറെ അവരെ കുറിച്ചൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. സാർ ഈ ആന്റീനെ സേഫ് ചെയ്ത കാരണം ഈ ആന്റിയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റി. പോലീസ് സ്റ്റേഷനിലൊക്കെ പോകുമ്പോൾ ഞാൻ തന്നെ ഒറ്റയ്ക്കല്ലായിരുന്നു, റോസമ്മയൊക്കെ കൂട്ടുണ്ടായിരുന്നു. എനിക്ക് ഞാൻ ഈ വാർത്ത കേട്ടായിരുന്നു കേട്ടോ. ഈ വാർത്ത കേട്ടപ്പോ ഞാൻ ആന്റിയോട് പറയുകയും ചെയ്തു, അയ്യോ ഇത് വലിയ ഡ്രാമാന്ന് തോന്നണല്ലോ. പിന്നെ റോസമ്മയായിട്ടുള്ള ഇന്റർവ്യൂ ഒക്കെ കണ്ടായിരുന്നല്ലോ. ആ സമയത്ത് എനിക്ക് തോന്നി ഇപ്പൊ റോസമ്മയ്ക്ക് അതിനകത്ത് കൈയുണ്ടോന്നും നമുക്കറിയില്ല കേട്ടോ, എനിക്കറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അന്നേരം ആന്റിയോട് പറഞ്ഞു, ആന്റി ഇങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇച്ചിരി പ്രശ്നമാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ആന്റി പറഞ്ഞു ദൈവം സഹായിച്ചു എന്ന് പറഞ്ഞു. നമ്മുടെ ദൈവം സഹായിച്ചു എന്ന് മാത്രമായിട്ടോട് പറഞ്ഞു. എന്നോട് റോസമ്മ കൂടെ കിടന്നപ്പോ വക്കീലന്മാരും പറയായിരുന്നു, റോസമ്മ കൊണ്ടുവരുന്ന വക്കീലന്മാരും പറയണം റോസമ്മനെ സൂക്ഷിച്ചോണം കൊട്ടോണം എന്ന് പറയുമായിരുന്നല്ലേ? വക്കീലന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നാ സൂക്ഷിച്ചോണം കൊട്ടോന്ന്. ഞാൻ കരുതിയാ നിൽക്കണത്, ഞാൻ വീട്ടിലും പോണില്ല. പിന്നെ നമ്മുടെ വീട്ടിൽ വന്ന റോസമ്മ എൻ്റെ കൂടെ വൈകിട്ട് അങ്ങനെ കിടന്നു, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കിതൊന്നും അറിയത്തില്ല. എൻ്റെ വലിയ ആങ്ങളയുണ്ട്, എൻ്റെ ഏറ്റവും മൂത്ത ആങ്ങള എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. മൂവാറ്റുപുഴയ്ക്കൊക്കെ പോരാൻ അങ്ങനെ കൂട്ടുണ്ടായിരുന്നു. ഞാൻ അവരുടെ കൂടെ തന്നെ ഒരിടത്തും പോയിട്ടില്ല. എൻ്റെ ഏട്ടായി കൂടെ ഉണ്ടായിരുന്നു. ഏട്ടായി മരിച്ചുപോയി. ഒരാങ്ങളെ ചേർത്തലുണ്ടല്ലേ? ഒരാങ്ങളെ ചേർത്ത മുട്ടമ്പള്ളിയുടെ അടുത്തുണ്ട്. ആങ്ങളെ ഈ റോസമ്മയുടെ 2ാം കെട്ടിയനും കൂട്ടുകാരായിരുന്നു. അങ്ങനെ വഴിയാ റോസമ്മ വീട്ടിൽ വന്ന് അടുത്തത് മിണ്ടാൻ കണ്ട് പരിചയപ്പെട്ടത്. മുട്ടമ്പള്ളിയുടെ അടുത്തുണ്ട്. ഈ ആങ്ങളെ ഓർമ്മയൊക്കെ ഉള്ള ആളാണോ ഈ ആങ്ങള? പ്രായമായി, പറ്റൂല. 78 വയസ്സായി. ചോദിച്ചു കഴിഞ്ഞാൽ എറണാകുളത്ത് സർവീസ് സ്കൂളിൽ പഠിപ്പിച്ചോണ്ട് സാരഥേയത്തിലേയും പഠിപ്പിച്ചതാ. അതല്ലേ? ചോദിച്ചു കഴിഞ്ഞാൽ ഓർമ്മയൊക്കെ ഉണ്ടോ? ചോദിച്ചു കഴിഞ്ഞാൽ മിണ്ടുവോ? മുട്ടത്ത് എവിടെയായിട്ടാണ് താമസിക്കുന്നത്? ചേർത്തല മുട്ടത്ത് പള്ളിയുടെ അടുത്താ. വീട്ടുപേര് എങ്ങനെയാ അവിടെ? പുത്തമ്പുരയ്ക്കല്. കെട്ടിയോളും അവിടെ പഠിപ്പിച്ചതാ, ലൂസി. അതെല്ലേ? ടീച്ചർ. നടക്കാനൊക്കെ പറ്റുമോ? ആൾക്ക് നടക്കാനൊക്കെ പറ്റുമോ? കാറിനൊക്കെ വരും. ഇവിടെ സ്ഥലം കിടപ്പുണ്ട്, ഉണ്ടല്ലേ? തറവാട്. ഞാൻ അവിടെയല്ലായിരുന്നു താമസിച്ചോണ്ടിരുന്നേ. ജിംസന് ഇവിടെ വീട് പണിതപ്പോ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുവായിരുന്നു. പിന്നെ ഞാൻ എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് ഒരിടത്തും പോകാനൊന്നും വിളിച്ചാലൊന്നും വരാൻ എനിക്ക് പറ്റൂല. എനിക്ക് തലകർക്കൊക്കെ ഉള്ള കാരണം ഞാൻ പള്ളിയിൽ പോലും പോകണില്ല. TV-യിലെ കുർബാന കാണുന്നുള്ളൂ. ആശുപത്രി അങ്ങനെ വല്ലപ്പഴങ്ങാനും ഒക്കെ തലകർക്കൊക്കെ ആകുമ്പോൾ ഒന്ന് പിന്നെ ഡോക്ടർമാർ പറയുമ്പോൾ അങ്ങനെ ഒന്ന് പോകണം. ജിംസൻ ഇവിടെ ഉള്ളപ്പോൾ പള്ളിയിൽ ജിംസൻ കാര്യം ഇറങ്ങിയാൽ കയ്യെ പിടിച്ചോണ്ടാണ് സഹായിക്കാന്ന് പറഞ്ഞിട്ട് റോസമ്മ വിളിച്ചിട്ടുണ്ടോ ഫോണില്? വിളിച്ചു. എന്നിട്ട് അവിടുത്തെ ചേട്ടത്തി അടുത്തുള്ള ചേട്ടത്തിയോട് പറഞ്ഞു, അവർ വിറ്റുപോയി.
ആ ചേട്ടത്തിയോട് പറഞ്ഞു എൽസമ്മയെ ഫോൺ വിളിച്ച് അവൾ എന്നോട് എന്നിട്ടാണെങ്കിൽ ഒരു അങ്ങനെ പറഞ്ഞത് ഞാൻ വക്കീലിനോട് പറഞ്ഞു ഇത് പറയാൻ കൊള്ളാവോ അവൾ എന്നോട് ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് അവൾ പലതവണ എൻ്റെ ഫോണിലോട്ട് വിളിച്ച് ഞാൻ എടുത്തിട്ടില്ല. അതെല്ലേ? കമ്മീഷൻ വല്ലതും ചോദിച്ചായിരുന്നു ആന്റിയോട്? ഈ അങ്ങനെയൊക്കെ പറഞ്ഞു. കമ്മീഷൻ അല്ല പറഞ്ഞത്, അവളെ എഴുതി തന്നെ അവളെ കൂടെ നടന്നെല്ലാം ചെയ്യണേ, അപ്പം അങ്ങനെയുള്ള രീതി ഒപ്പിട്ട് കൊടുക്കാൻ എന്നോട് പറഞ്ഞു. ഒപ്പിട്ട് കൊടുക്കണം പറഞ്ഞു? മുദ്രപത്രത്തെ ഒപ്പിട്ട് കൊടുക്കണം. ഞാൻ പറഞ്ഞു എനിക്ക് ദൈവത്തിന്റെ മുമ്പിൽ ഉത്തിരിപ്പ് കടമുണ്ട്, അവളുടെ കൊച്ചായിരിക്കും ചെലവിന്. ഞാൻ പറഞ്ഞു എനിക്ക് ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്ന ആളാ, ദൈവത്തിന് മുമ്പിൽ ഒത്തിരിപ്പ് കടമുണ്ട്. അവളുടെ കൊച്ച ജിംസന് അന്ന് അടങ്ങി എനിക്ക് പൈസ തന്നത് അരി മേടിക്കാനും മരുന്ന് മേടിക്കാനും ഒക്കെ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അവളുടെ ഞാനത് ചെയ്യില്ലെന്ന് പറഞ്ഞു അവളോട്. ഓക്കെ ഓക്കെ. അപ്പം അങ്ങനെ ആന്റിക്ക് ഒരു ശല്യമായിട്ട് തന്നെ കൂടിയായിരുന്നു? ശല്യമല്ല, എന്നെ ചേച്ചിയുടെ സ്ഥാനത്ത് പോലീസ് സ്റ്റേഷനൊക്കെ എനിക്ക് കാണും പേടിയായിരുന്നു. പോലീസുകാരെ കാണുമ്പോൾ പേടിയാണ്. അതൊക്കെ അവള് വിളിക്കുമ്പോൾ അവൾ അങ്ങനെ എല്ലാവരുടെ കാര്യം പറഞ്ഞ് എല്ലാം ചെയ്ത് അങ്ങനെ ഒരു സഹായം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഏട്ടായി ഞാൻ തന്നെ അവക്കടെ അവള് എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. മൂവാറ്റൂർ കോടതിയിലൊക്കെ ചെല്ലുമ്പം എന്തിനാ ചേട്ടായിനെ കൊണ്ട് ഇതിനെ കൊണ്ട് വന്നത്, എന്നാ ഞാൻ പോരണ്ടായിരുന്നല്ലോ. ഞാൻ പറഞ്ഞു ഏട്ടായി ഇല്ലാതെ ഞാൻ ഒരിടത്തും ഇല്ല. പിന്നെ ഏട്ടായി ഞങ്ങളെ കഴിയുമ്പോൾ കോടതി വിസ്താരമൊക്കെ ഉണ്ടല്ലോ, കഴിയുമ്പോൾ ചേട്ടായി പറയും ഒരു റോസമ്മ എന്നാ എൽസമ്മയുടെ കൂടെ പൊക്കോ, എൽസമ്മയ്ക്ക് ഒരു കൂട്ടായല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഇവിടെ വന്ന് കിടന്നിട്ടുണ്ട്. എന്നിട്ട് ഏട്ടായി വടക്കപ്പുറത്തുനിന്ന് വിളിക്കും. ആരാ പറയുന്ന റോസമ്മയുടെ കൂടെ പൊക്കോളാനാ? ഏട്ടായി കൂട്ടായിരുന്നു, സ്നേഹമായിരുന്നു. എനിക്ക് തലകറക്കമൊക്കെ ഉണ്ടെങ്കിലും വണ്ടിയിൽ അവള് പറയും തലകറക്കമൊക്കെ ഉണ്ടെന്ന് ഏറ്റു കൊടുക്കണം അങ്ങനെയൊക്കെ പറയും. എനിക്ക് ഒരു ബസ്സിൽ വെച്ച് ഞാനാണ് മത്സരിയോട്ടം വണ്ടി ഓടിപ്പോൾ ഞാൻ ബസ്സിൽ വീണത്. പിന്നെ ഇൻസൻ ബസ്സിന് വിടിയാലോ എന്നെ ഓട്ടോയ്ക്ക് ആശുപത്രി പോവുകയാണ്, ബസ്സിന് പോകില്ല. ആന്റിയുടെ കല്യാണം ഒന്നും കഴിഞ്ഞതല്ലേ? ആ ചേട്ടൻ്റെ ഈ ഫോൺ ഒന്നോടെ തരാം, ഒന്ന് സംസാരിച്ച് ഞാൻ ക്ലോസ് ചെയ്തോളാം ഞങ്ങൾ. അതെയോ? ജിംസന്റെ ഫോൺ ഒന്നോടെ കൊടുക്കാണ്ടോ? ഇതിനെ സംബന്ധിച്ച് യാതൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. ഞങ്ങളിവിടെ ഇതിവിടെ ക്ലിയർ ചെയ്ത് പോകാനായിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ തിരക്കിയത്. കുഴപ്പമില്ല. അത് എന്തായാലും ചോദിച്ചത് ഞങ്ങൾ സത്യസന്ധമായിട്ടാണ് മറുപടി പറഞ്ഞത്. സാറിന്റെ സപ്പോർട്ട് ചെയ്തിട്ട് ഒത്തിരി താങ്ക്സ്. കാരണം ഇങ്ങനെ ഒരു സപ്പോർട്ട് പറയാനായിട്ട് ഒരു മനസ്സ് കാണിച്ചില്ല, അത് സാറിന്റെ തന്നെ വലിയൊരു മനസ്സ്. അത് ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾ എപ്പോഴും സത്യത്തിന്റെ കൂടെ. എന്തായാലും ഉള്ള കാര്യം പറഞ്ഞതിന് ഒരു കുഴപ്പമില്ലല്ലോ. അവര് നമുക്ക് ദോഷമായിട്ടൊന്നും നമുക്ക് ഇതുവരെയും ചെയ്തിട്ടൊന്നുമില്ല. നമുക്ക് കേസിന് വക്കീലിനെ ഒക്കെ കൺസൾട്ട് ചെയ്യാനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവര് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. സാർ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, അതായത് ഒരു എഗ്രിമെന്റിൽ ഈ എൽസമ്മാന്റിനെ സൈൻ ചെയ്യാനായിട്ട് നിർബന്ധിച്ചത് എന്ത് എഗ്രിമെന്റ് ആയിരുന്നു സാറേ അത്? അല്ല അങ്ങനെയല്ല, ഇങ്ങനെ എന്നോട് ആന്റി പറഞ്ഞായിരുന്നു ഒരു ദിവസം. റോസമ്മ പറഞ്ഞു എന്നെ പോലെ ഞാനാ ഈ കേസിൽ സഹായിക്കണേ, ഞാനാണ് എല്ലാം ചെയ്യണേ, ചെലവിന് തരുന്നത്, ഞാനാണ് എല്ലാ കാര്യങ്ങളും നോക്കണേ. അപ്പം എനിക്ക് അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അന്നേരം ആന്റി പറഞ്ഞു അത് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. എന്നാന്ന് വെച്ചാൽ ഇത് ഈ ഒരു സംഭവം തുടങ്ങണ ഈ പ്രശ്നമൊക്കെ തുടങ്ങണ തൊട്ട് ഞാനാണ് ആന്റിയുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആന്റി പറഞ്ഞു ഒരിക്കലും അതൊന്നും നടക്കില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എനിക്ക് നിങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പണച്ചെലവുണ്ടെങ്കിൽ അത് ഞാൻ ജിംസിനോട് ചോദിച്ച് മേടിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് എന്റെ ആന്റിയുടെ കൂടെ വരുവോ, കേസിന് അവിടം വരെ വരുവോ, അഡ്വക്കേറ്റിനെ കാണുവോ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ജിംസിനോട് ചോദിച്ചു വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. അന്നേരം അവള് പറഞ്ഞു ഇല്ല വേണ്ട, അതൊന്നും വേണ്ട, വിട്ടേക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ആന്റിയോട് എന്തോ ഒരു ചീത്ത പറഞ്ഞു. അതുകൊണ്ട് ഇനി എന്നാ ഒരു കുനിഞ്ഞിരുന്ന് എന്തോ ഊമ്പിക്കോളാനോ അങ്ങനെയാണ്ട് പറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ ആന്റി അത് കഴിഞ്ഞ് പിന്നെ അവരോട് മിണ്ടിയിട്ടുമില്ല. ആന്റി അവരുടെ ഫോൺ ഇട്ട് കട്ട് ചെയ്ത് കണ്ടിന്യൂസ്ലി ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. വന്നു കഴിഞ്ഞിട്ട് പിന്നെ അയലോക്കംകാർ ത്രൂവും അപ്രോച്ച് ചെയ്തു. അവരെ അപ്രോച്ച് ചെയ്തിട്ട് ആന്റിയോട് വിളിക്കാൻ പറഞ്ഞു, ആന്റി വിളിച്ചില്ല. പിന്നെ എന്നാന്ന് വെച്ചാൽ അവരുടെ ക്യാരക്ടർ ശരിയല്ലെന്ന് എനിക്ക് പെട്ടെന്ന് തോന്നി. അവരുടെ ആ ഒരു ഇത് കണ്ടു കഴിഞ്ഞിട്ട്, അവരുടെ ഓരോ മൂവ്മെന്റ് കണ്ടു കഴിഞ്ഞപ്പോഴേ. അപ്പൊ ഞാൻ അപ്പൊ ആന്റിയോട് പറഞ്ഞു അവരെ വിട്ടു നേരെ വേണമെങ്കിൽ അവരോട് പറ, അവര് സഹായിച്ചിട്ടുണ്ട്, അവർ അഡ്വക്കേറ്റിനെ കാണാൻ സഹായിച്ചിട്ടുണ്ട്, അവർക്ക് എന്നെ ചെലവായെന്ന് പറഞ്ഞാല് അത് നമ്മള് സെറ്റിൽ ചെയ്യാന്ന് പറയാൻ പറഞ്ഞു. അപ്പം ആന്റി അത് ആ ചേട്ടത്തിയോടാ പറഞ്ഞു. ആ തടത്തിലെ ചേട്ടത്തി ഉണ്ടായിരുന്നു. ആ ചേട്ടത്തിയോട് പറഞ്ഞു റോസമ്മയ്ക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ
പൈസ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ നമുക്ക് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ പറഞ്ഞില്ല ചേട്ടത്തി അങ്ങനെയാണ്ട് പറഞ്ഞു. എനിക്കറിയില്ല. ചേട്ടത്തി പറഞ്ഞു അയ്യോ അത് ഞാനൊന്നും സംസാരിക്കില്ല, റോസമ്മ എൽസമ്മ സംസാരിച്ചാൽ മതി എന്ന് ആന്റിയോട് പറഞ്ഞു. അന്നേരം പിന്നെ റോസമ്മ ഇടയ്ക്ക് വിളിച്ചായിരുന്നു. വിളിച്ചു കഴിഞ്ഞപ്പോ ആന്റി ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ല, ഇതുവരേക്കും അറ്റൻഡ് ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇവിടെ താമസം മാറി ഈ കേസ് സെറ്റിൽമെന്റ് ചെയ്യണം എനിക്ക് തോന്നുന്നത് 2014 എനിക്ക് തോന്നുന്നു. 2014 മൂവാറ്റുപുഴ അവിടെ ഇങ്ങനെ ഈ ഒരു ഉണ്ടല്ലോ ഈ ഭൂമിപരമായ തർക്കങ്ങൾ സെറ്റിൽ ചെയ്യാൻ വേണ്ടി ഒരു മജിസ്ട്രേറ്റ് ഉണ്ടല്ലോ, അവരുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ അതെന്തോ ഞാനൊക്കെ പോയിട്ട് അവിടെ നിന്നിട്ട് നമ്മുടെ അഡ്വക്കേറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ടോണി ആയിരുന്നു അഡ്വക്കേറ്റ് ആയിട്ട് വന്നത്. അത് പെരുമനാനിക്കല സാമപ്പം. അപ്പൊ അവരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അത് സൈൻ ചെയ്ത് കൊടുത്ത് അത് സെറ്റിലാക്കി. അപ്പൊ ചാച്ചൻ എന്നോട് പറഞ്ഞു ഈ പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും തീർക്കും, ഇനി 3-1 ഭാവിക്കണമെങ്കിൽ വലിയ പ്രശ്നമാണ്, നമ്മൾ ആധാരം ചെയ്തിരിക്കുന്നതാണ്, അത് പിന്നെ അതാണ് ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞങ്ങൾ പോയി സമീപിച്ചു കഴിഞ്ഞപ്പോ അവർ കോടതിയിൽ നിന്ന് ഇങ്ങനെ ഞങ്ങൾക്ക് ശരി നിങ്ങൾക്ക് സെറ്റിൽമെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞു. ഭാഗോടമ്പടി സെറ്റിൽമെന്റ് ആണോ ചെയ്തത്? ഭാഗോടമ്പടി സെറ്റിൽമെന്റ്. ഓക്കെ. അപ്പോഴാണ് 3-1 ഭാഗിക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് വിധി വന്നു കഴിഞ്ഞപ്പം ഭാഗോടമ്പടി സെറ്റിൽമെന്റ് എന്നോട് ചാച്ചൻ ആവശ്യപ്പെട്ടു. ചാച്ചൻ എന്നോട് പറഞ്ഞു നമ്മുടെ വീട്ടിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, അപ്പം നമുക്കിത് എങ്ങനെയാണ് കോംപ്രമൈസ് ചെയ്യണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിൽ തൊട്ട് ആ വീട്ടിൽ നിന്നാണ് വളർന്നത്. എന്റെ അവിടെ ഒരു അമ്മച്ചി ഒരു ആന്റിയും മാത്രം ഉണ്ടായിരുന്നില്ല. ഈ ചാച്ചൻ എറണാകുളത്ത് സ്കൂളിലായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പം അവിടെ ഞാൻ എന്റെ അനിയനും ഞാനുമായിട്ട് 1 വയസ്സിന്റെ ഗ്യാപ്പുള്ളൂ. അപ്പൊ അനിയൻ ചെറുതായിരുന്നു, ഞാനും ചെറുതായിരുന്നു. അപ്പൊ 2 പിള്ളേരെ നോക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ അവിടെ നിന്നാ വളർന്നത്. എനിക്കപ്പോ ഇവരുമായിട്ടൊരു പ്രത്യേക അഫെക്ഷൻ ഉണ്ട്, എനിക്ക് ഒരു പ്രത്യേക ആത്മബന്ധമുണ്ട്. എന്റെ അമ്മച്ചി വല്യമ്മച്ചിയായിട്ടും എന്റെ അപ്പന്റെ അമ്മയും എന്റെ ഈ ആന്റിയായിട്ട്. എന്താണെങ്കിലും സാറ് ഇത്ര അധികം പ്രൊട്ടക്ട് ചെയ്യുക കാരണം ഇവരുടെ ജീവിതം സേഫായെന്ന് ഞങ്ങൾ പറയുന്നുള്ളൂ. സത്യം ഇത് കേട്ടപ്പോ എനിക്കും തോന്നി ഇന്ന പോലെ ചെറിയൊരു ഞാനിങ്ങനെ വാർത്ത കേൾക്കാറുണ്ട്. അപ്പൊ വാർത്ത കേട്ട് കഴിഞ്ഞപ്പോ ഞാൻ തോന്നി, ഞാൻ ആന്റിയോട് പറയുകയും ചെയ്തു, ആന്റി റോസമ്മ നമ്മൾ വിചാരിച്ച പോലെ അല്ലല്ലോ എന്ന് പറഞ്ഞു. അന്നേരം ആന്റി പറയൂ ഇങ്ങനെ വക്കീലന്മാരും പറഞ്ഞു റോസമ്മേനെ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞതല്ലാതെ എനിക്കതിനെ കുറിച്ച് ഈ റോസമ്മേനെ ഞാൻ നേരിട്ട് പോലും കണ്ടിട്ടില്ല. കൂടെ ഒരാളോടെ ഉണ്ടായിരുന്നോ? കൂടെ 2 പേരുണ്ടോ? കൂടെ 2 പേരോടെ ഉണ്ടായിരുന്നു പറഞ്ഞ് അല്ലേ ആന്റി? അല്ല ഈ 2 പേരുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ ആന്റി? അതും ആണായിരുന്നോ? 2 ആണുങ്ങളായിരുന്നു കൂടെ ഉണ്ടായിരുന്നേ. ഹലോ കട്ടായോ? നെറ്റിന്റെ ആണെന്ന് തോന്നുന്നു. എങ്ങനെയാ ആന്റി? ഞാൻ ആദ്യം കാണുന്നതായിരുന്നു. എന്നിട്ട് ഒരു കസേര ഒരുത്തം വന്നിരുന്നു. അവിടെ എന്നിട്ട് താഴോട്ട് പോയി കഴിഞ്ഞപ്പോൾ അവൻ മഞ്ഞ കണ്ട. ഇവനൊന്നും ഞാൻ അറിയില്ല. ഈ ഫോട്ടോ കാണിച്ചു തന്ന ഷേപ്പ് പോലെ ഓർക്ക് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടല്ലേ? അതായത് ആന്റി പറയുന്ന ഈ ഫോട്ടോ കാണിച്ചു തന്ന ഷേപ്പ് പോലെ തന്നെ ആന്റിക്ക് ഇപ്പം തോന്നുന്നുണ്ട്, മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടെന്നാണ് ആന്റി. അപ്പൊ ആന്റി ഓർക്കാറുണ്ട് ഇവിടെ വന്ന ആളാണല്ലോ എന്ന്? എനിക്കറിയില്ല, ഇതിന് ഇച്ചിരി പ്രായമൊക്കെ ആയിപ്പോയില്ല വന്നേരം ഇതുപോലെ എനിക്ക് അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ട്. എനിക്ക് കൃത്യം അറിയാം. തോന്നലുണ്ടല്ലേ? ഒത്തിരി വർഷമായി. എന്നാ ഫോൺ കട്ടായിട്ടുണ്ടെന്ന് സംസാരിച്ച് ഞങ്ങൾ പോയേക്കും കേട്ടോ. ഹലോ എൻ്റെ ഫോൺ കേട്ടോ, നിങ്ങൾ പൊക്കോട്ടെ. വേറെ ഇതിനെ സംബന്ധിച്ച് യാതൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ, സങ്കടപ്പെടുകയൊന്നും വേണ്ട. ഞങ്ങളിതിന് തിരക്കാനായിട്ട് വന്നോ, നമുക്കിതെല്ലാം കണ്ടുപിടിക്കണമല്ലോ. എന്തോ കാരണം ഇനി ഒരു മനുഷ്യർക്ക് ഇതുപോലെ ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല. അത് കാരണം ഞങ്ങൾ ഇതിൻ്റെ ഒരു അന്വേഷണം, വിശദമായൊരു അന്വേഷണം, ഡീറ്റെയിൽ അന്വേഷണമായിട്ട് ഞങ്ങൾ വന്നത്. ഇല്ല ഈ റോസമ്മയുടെ കൂടെ 2 ആണുങ്ങളല്ലേ വന്നിരുന്നേ? അങ്ങനെ ഒന്നിച്ചല്ല, അവർ 2 ദിവസമായി. ഒരു ദിവസം വന്ന് അങ്ങനെ കണ്ടത്. ഒരാള് ഒരു ദിവസം പെട്ടെന്ന് പോയി അതുങ്ങൾ എന്നിട്ട്. അതെല്ലേ? 2 പ്രാവശ്യമായിട്ടാണോ ഈ 2 പേരും വന്നത്? ഏട്ടായി ഇവിടെ താമസിച്ചിട്ടുണ്ട്. ഏട്ടായി മരിച്ചു പോയിട്ട് ഇപ്പൊ 3 വർഷമായി. ഏട്ടായി എന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്ത് വിളിച്ചാലും ഏട്ടായി വേഗം വീട്ടിൽ സഹായിയായിരുന്നു അല്ലേ? എന്റെ ഏറ്റവും മൂത്തയാള് ജിംസന്റെ ഡാഡി. അതല്ലേ? ഇപ്പൊ വിളിച്ച ആളുടെ ഡാഡി. അതെ മരിച്ചു പോയി. ഇപ്പൊ 3 വർഷമായി. എന്നാ അല്ലാതെ വരുവായിരുന്നു.
എന്നാൽ ഞങ്ങൾ പൊക്കോട്ടെ എന്നാ. ഒത്തിരി താങ്ക്സ് കേട്ടോ, കണ്ടതിന് ഒത്തിരി. അങ്ങനെയാണ് ഒരിക്കലും തന്നെയുള്ള കഥ. അത് കുഴപ്പമില്ല ആൻറ്റി, ഇങ്ങനെ തന്നെ വേണം. ഇങ്ങനെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പരിചയമില്ലാത്തവരാണ്. ഞാനാണ് ആൻറ്റി, ഞങ്ങൾ ഈ ജനൽ തുറന്നിട്ടാണ് ഞങ്ങളോട് സംസാരിക്കാനായിട്ട് മനസ്സ് കാണിച്ചല്ലോ. എന്നോട് പറഞ്ഞിട്ടുണ്ട് ജനൽ തുറന്ന് പിന്നെ പരിചയം. അത് പഞ്ചായത്തിൽ നിന്നുണ്ട്, പോലീസിൽ നിന്നുണ്ട്. പരിചയമില്ലാത്തവരെ കണ്ടാൽ പിന്നെ നമ്മൾ അറിയണവരെയൊക്കെ കണ്ടാലേ ഞാൻ ഇതിലൊന്നും ഇറക്കും. ഇല്ല, ആര് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ജനൽ തുറന്ന് സംസാരിച്ചാൽ മതി. അത് ഈ ജനലിന്റെ അടുത്ത് പോലും വരണ്ട, ഇതുപോലെ മാറി നിന്ന് സംസാരിച്ചാൽ മതി കേട്ടോ. ഒന്നാമത്തെ പണ്ടത്തെ കാലമൊന്നും അല്ലല്ലോ. ആ, ഞങ്ങളെന്നാ പൊക്കോട്ടെ എന്നാ. കാണാൻ പറ്റി ഒത്തിരി സന്തോഷം കേട്ടോ. പോവാണേ. ആ മോനെ ഒന്ന് വിളിച്ചേരാ കേട്ടോ. ആ ആ ആ പോയെന്ന് പറഞ്ഞേരാ കേട്ടോ. ആ ഞാൻ പറഞ്ഞു എന്നാന്ന് വെച്ചാൽ എനിക്ക് ഒരിടത്തും പോകാനൊന്നും പറ്റില്ല. ഞാനൊരു പള്ളിയിൽ പോലും പോകില്ലാത്ത ആ ആ ആ ആ ഞായറാഴ്ച രീതിയിലൊക്കെ കുർബാന കാണുള്ളൂ. ആ ആ എന്നാൽ ഓക്കെ എന്നാ.